ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നൂസ് ക്രിയേഷൻസ്. നമ്മളിന്ന് ഈ ഒരു പഴയ സാരി കൊണ്ട് ഒരു അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട ലൈനിങ്ങും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് റേഡിയസ് വരുന്നത് 36 ഇഞ്ചാണ്. ഈ 36 ഇഞ്ച് നമ്മുടെ ഹിപ്പ് സൈസാണ് കേട്ടോ. അതിൻ്റെ കൂടെ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 38 കിട്ടും. ഈ 38നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് കേട്ടോ കിട്ടുന്നത്. ഈ 6 ആണ് നമ്മുടെ വേസ്റ്റ് റേഡിയസ്. പിന്നെ ഫുൾ ലെങ്ത്ത് വരുന്നത് 39 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആദ്യം നമ്മളൊരു പേപ്പറിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമ്മൾ സാരി എടുക്കുക, അതിനെ ഇതേപോലെ നേർപകുതിയായിട്ട് മടക്കിയിടണം. ഇനി അതിനെ ഒന്നും കൂടി മടക്കുക. അപ്പം 4 മടക്കായിട്ടായിരിക്കും നമ്മുടെ സാരി നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കോർണറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് റേഡിയസ് കിട്ടിയേക്കുന്ന 6ആണ്. ആ 6 നമ്മൾ ഇതേപോലെ കോർണറിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പേപ്പറിലായതുകൊണ്ട് ഞാൻ 1 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സാരി ചെയ്യുമ്പം 6 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വേസ്റ്റ് റേഡിയസ് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തതെന്ന് വേണം നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 39 ആണ് കേട്ടോ. അപ്പോൾ ആ 39 നിന്ന് ബെൽറ്റിൻ്റെ 2 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് അപ്പം നമുക്ക് 37 കിട്ടും. ആ 37ൻ്റെ കൂടെ 1/2 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാനും മേളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 1 ഇഞ്ച്. അപ്പോൾ 38 നമുക്ക് കിട്ടും. ആ 38 വേണം നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് 2 മാർക്ക് ചെയ്തതും കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാരി ഇതേപോലെ നമുക്ക് 2 പീസായിട്ടായിരിക്കും കിട്ടുക. അപ്പം നമ്മൾക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇതേപോലെ ഒരു സർക്കിൾ രീതിയിലായിരിക്കും കിട്ടുക. ഇനി നമ്മുടെ സാരി എടുത്തിട്ടുണ്ട്. നമ്മൾ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഞാനിങ്ങനെ മടക്കിയിട്ടേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പേപ്പറിൽ ചെയ്തതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് കോർണറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് റേഡിയസും ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ വേസ്റ്റ് റേഡിയസ് 6 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ വരച്ചവിടത്തു നിന്ന് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ലെങ്ത്ത് 38 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാരി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അടിവശം മടക്കി അടിക്കണം. ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മളിത് മടക്കി അടിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഞാൻ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ സാരി മടക്കിയതുപോലെ തന്നെ ഒന്നും കൂടി നമുക്ക് മടക്കി കൊടുക്കാം. അപ്പം നമ്മളിവിടെ 4ആയിട്ട് ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാരിയിൽ മാർക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ലൈനിങ്ങിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ലൈനിങ് തുള്ളിന് നമുക്ക് ഫുൾ സർക്കിളായിട്ട് ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടം വരെയാണോ ലെങ്ത്ത് കിട്ടുന്നത് അവിടം വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഈ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ലൈനിങ് തുണി നമുക്കിവിടെ 2 പീസായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഒറ്റ പീസാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളത് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മെയിൻ ക്ലോത്തും രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളത് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ചേർത്ത് വെച്ച് അതൊന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബെൽറ്റ് വെക്കാനുള്ള തുണി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീതി 5 ഇഞ്ചാണ് കേട്ടോ. നീളം നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ കണക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കാം. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ബെൽറ്റിൻ്റെ നല്ല വശവും കൂടി ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ബെൽറ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഇതിൻ്റെ 2 സൈഡും ചേർത്ത് വെച്ചിട്ട് നമുക്കത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുറച്ച് ഭാഗം ഇതേപോലെ താഴേക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം.
അത് കഴിയുമ്പോൾ രണ്ടും സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടുന്ന് രണ്ടും നമുക്ക് സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് ആദ്യം ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് മാത്രം ചേർത്ത് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് മാറ്റി വെച്ച് ലൈനിങ് രണ്ടും കൂടി ചേർത്ത് വെച്ച് ലൈനിങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് മടക്കി വെച്ച് പുറകോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ബെൽറ്റിൽ എലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് എലാസ്റ്റിക് ഇടാൻ ചെറിയൊരു ഗ്യാപ്പ് വേണം. അപ്പം നമ്മൾ തുടങ്ങി അവിടെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കണം. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് രണ്ടും ചേർത്ത് വെച്ചൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്യാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ നമ്മുടെ അംബ്രല്ല സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.